വേദനയും പ്രത്യാശയും എല്ലാം ഉൾക്കൊള്ളുന്ന പദമാണ് കാത്തിരിപ്പ്. പ്രവാസികൾക്ക് സ്വന്തം നാട്ടിലേക്ക് എത്തുവാനും ബന്ധുക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരായി മടങ്ങി വരുവാനും ഒരു നല്ല നാളേക്കുമായിട്ടുള്ള കാത്തിരിപ്പ്. സാമൂഹിക നിരീക്ഷകർ ഈ കാലഘട്ടത്തെ ഒരു പുതിയ യുഗത്തിലേക്കുള്ള കാൽവെപ്പായി വിശ്വസിക്കുന്നു. ലോകത്തിലെ സമസ്ത മേഖലകളെയും പിടിച്ചു കുലുക്കിയ നാളുകൾ. കൊറോണയല്ല മാറേണ്ടത്, മനുഷ്യനും അവൻ്റെ ജീവിത ശൈലിയുമാണ് മാറേണ്ടത് എന്ന ബോധ്യത്തോടുകൂടി അതിജീവനത്തിൻ്റെ മാർഗങ്ങളെ കണ്ടെത്തുന്ന സമയം. പ്രാർത്ഥനാ ജീവിതത്തിൽ പോലും സ്ഥലകാല പരിമിതികളെ അതിജീവിക്കുവാൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭയും കാത്തിരിപ്പിൻ്റെ നാളുകളിലൂടെ കടന്നു പോവുകയാണ്. സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയിൽ നിശ്വസിച്ചു അവൻ ജീവനുള്ളവനായതുപോലെ പാപമൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിന് സ്വന്തം ജീവൻ മറുവിലയായി നൽകി ഉദ്ധാനം ചെയ്തവൻ ജീവനെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ഇതേ പരിശുദ്ധാത്മാവിനെയല്ലേ നാമും വിശുദ്ധ മാമോദീസായിലൂടെ നിശ്വസിക്കപ്പെട്ടു സ്വീകരിച്ചത്. ഇതേ ശിഷ്യന്മാർ പ്രത്യാശ നഷ്ടപ്പെട്ട് ഭയചകിതരായി മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നു. യെരുശലേം വിട്ടുപോകരുത് എന്ന നാഥൻ്റെ വാക്കുകൾ വിസ്മരിച്ചുകൊണ്ട് അവർ എമ്മാവൂസിലേക്ക് നിരാശരായി യാത്ര ചെയ്യുന്നു. സ്ലിഹന്മാരിൽ പ്രധാനിയായവൻ തന്നെ തൻ്റെ വിളിയെ ഉപേക്ഷിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നു. ഇന്ന് നമ്മുടെയും അവസ്ഥ ഇത് തന്നെയല്ലേ? മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായ നാം പ്രത്യാശ നഷ്ടപ്പെട്ട് പലവിധമായ വേദനകളിൽ അകപ്പെട്ടുകൊണ്ട് നിരാശരായി ദൈവത്തിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുമ്പോൾ അപ്പോസ്തലന്മാർ പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ഭയന്നോടിയവരെ മരണത്തിന് പോലും ഭയപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ശക്തി പ്രാപിച്ചു. ബാല്യക്കാരുടെ മുമ്പിൽ പോലും തള്ളിപ്പറഞ്ഞവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ധൈര്യമുള്ളവനായി തീർന്നു. ജീവൻ പ്രാപിക്കുന്ന അനുഭവം. വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി വിവരിക്കുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്നവനെന്ന. ജീവിതത്തിലെ സകല മേഖലകളിലും ജീവൻ പകരുവാൻ ശക്തിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. യെശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യുവാക്കന്മാർ തളർന്നു വീണേക്കാം, എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴുകൻ തൻ്റെ ജീവിതത്തിലെ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയ തൂവലുകളെ പൊഴിച്ചു കളഞ്ഞുകൊണ്ട് പുതിയ തൂവലോടുകൂടെ പുതിയ ശക്തി ആർജിച്ചുകൊണ്ട് ചിറകടിച്ചുയരുന്നത് പോലെ പുതിയ ശക്തിയോടെ പുതിയ ചൈതന്യത്തോടെ പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക്